എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയ പിക്സ്. ഈ ഒരു ബിരിയാണി മസാല മാത്രം മതിയാവും നമുക്ക് നല്ല സൂപ്പറായിട്ടൊരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വീട്ടിലുള്ള സ്പൈസസ് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈസി ആയിട്ടുള്ള ബിരിയാണി മസാല തയ്യാറാക്കിയെടുക്കുന്നത്. നാനിയുടെ സ്പെഷ്യൽ കൂട്ടാണ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പം നമ്മൾ സ്പൈസസ് പൊടിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് നമുക്ക് പാനിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. 1 ഇഞ്ച് വലുപ്പത്തിലുള്ള 8 പീസ് പട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 18-20 അല്ലി ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ചെറിയ 20 ഏലക്ക ചേർത്ത് കൊടുക്കാം. വലിയ ഏലക്കയാണെന്നുണ്ടെങ്കിൽ 12-15 എണ്ണം ചേർത്ത് കൊടുത്താൽ മതിയാവും. 2 ചെറിയ ജാതിക്ക ചേർത്ത് കൊടുക്കാം. വലുതാണെന്നുണ്ടെങ്കിൽ 1 ചേർത്ത് കൊടുത്താൽ മതിയാകും. 2 തക്കോലം ചേർത്ത് കൊടുക്കാം. 3 ജാതിപത്രി, നമ്മുടെ ജാതിക്കയുടെ പുറത്തുള്ള ജാതിപത്രി 3 എണ്ണം ചേർത്ത് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. അളന്ന് നോക്കിയപ്പോൾ 1/3 കപ്പ് പെരിഞ്ചീരകമാണ് എടുത്തിരിക്കുന്നത്. 5 ടേബിൾ സ്പൂൺ. നമ്മൾ ഏറ്റവും കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകം, ഫെനൽ സീഡ്സ് ആണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കസ്കസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല, ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് ലോ ഫ്ലെയിമിൽ വേണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. അതുപോലെ ഈ ജാതിക്ക ജസ്റ്റ് ഒന്ന് ഇടിച്ച് പൊട്ടിച്ചിട്ട് വേണം ഇത് വറക്കാനായിട്ട്. മുഴുവനത്തെ ഇട്ടാൽ നല്ലപോലെ പെട്ടെന്ന് ചൂടായി കിട്ടില്ല. ഇടിയലിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലൊരു മണം വരും. നമ്മുടെ പെരിഞ്ചീരകമൊക്കെ ഒന്ന് പൊട്ടാനായിട്ട് തുടങ്ങും. ആ ഒരു സമയം വരെ നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഫെനൽ സീഡ്സ്, പെരിഞ്ചീരകം ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് നേരം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പാനിൻ്റെ ചൂടിൽ അടി കിടക്കുന്നത് കരിയാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. തണുത്തതിന് ശേഷം വേണം നമ്മളിത് മിക്സിയിൽ നല്ലപോലെ പൊടിച്ചെടുക്കാനായിട്ട്. നമുക്കിനി ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ബിരിയാണിയിൽ ഇതല്ലാതെ വേറെ മസാലയുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എരിക്ക് വേണ്ടിയിട്ട് പച്ചമുളക് ചേർത്ത് ബിരിയാണി ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത് വെച്ചുണ്ടാക്കുന്ന ഒരു അടിപൊളി മട്ടൻ ബിരിയാണിയുടെ റെസിപ്പി ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആകെ നമ്മൾ മട്ടൻ കുക്കറിൽ ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കും. വേറെ ഒരു പൊടിയുടെ ആവശ്യം വേണ്ടി വരില്ല. അപ്പോൾ നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ബിരിയാണി മസാല ഒരുപാടങ്ങ് പൊടിച്ച് വെക്കരുത്. കുറേ നാളിരിക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മണവും ഗുണവും ഒക്കെ പോകും. അതുകൊണ്ട് തന്നെ ഇതൊരു 4 പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കാനുള്ള മസാലയേ ഉള്ളൂ. ഏറ്റവും നല്ലത് നമ്മൾ അപ്പം തന്നെ പൊടിച്ചെടുക്കുന്നതാണ്. ഇതിൻ്റെ ഒരു 4-1 അളവെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 പ്രാവശ്യം ബിരിയാണി മസാലയിലിടാനുള്ളത് പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ മട്ടൻ ബിരിയാണിക്ക് മാത്രമല്ല ചിക്കൻ ബിരിയാണിക്കൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ബിരിയാണി മസാലയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളൂ. അപ്പോൾ എല്ലാവരും ഈ ബിരിയാണി മസാല വേഗം തന്നെ പൊടിച്ച് വെച്ചോളൂ. നമ്മൾ ഉടനെ തന്നെ ബിരിയാണി റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. പുതിയൊരു റെസിപ്പി വീഡിയോ അല്ലെ വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.